ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ ഒരു ഫുട്ബോൾ പ്രേമിയൊക്കെ ആണോ? അല്ല, ഞാൻ ഫുട്ബോളിന് വോളിബോളിനൊക്കെ സ്നേഹിക്കുന്ന ആളാണ്. ശരി, ഓക്കെ. എന്നാലും ഈ മെസ്സി വരും, അർജന്റീനൻ ടീം വരുമെന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പായിരുന്നു. അതിന്റെ പേരിൽ ചില കരാറുകളൊക്കെ വന്നിട്ടുണ്ട് ഈ GCDയുടെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം സംബന്ധിച്ച്. ഇതിലൊക്കെ ചില സാമ്പത്തിക തിരിമറിയുണ്ട് എന്നാണ് UDF ആരോപിക്കുന്നത്. അല്ല, ഇത് മൊത്തം ഉടായ്പ തന്നെ. അത് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഊരാളങ്കലാണോ ഇതിന്റെ പണിയെടുത്ത്? ഊരാളുങ്കൽ ഇതുമായിട്ടൊന്നും ബന്ധമില്ല. ഊരാളുങ്കലൊക്കെ ശ്രീദാസൻ ഏറ്റെടുത്ത ജോലികളൊക്കെ സാമാന്യം വൃത്തിയായും കൃത്യസമയത്തും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമല്ലേ? അതൊക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് ഊരാളങ്കാണോ എടുത്തെന്ന് ചോദിച്ചതുള്ളൂ. എനിക്കറിയില്ല. ഇത് ഈ സ്പോൺസറുടെ ഏർപ്പാടിലുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അവിടെ അകത്തേക്ക് മാധ്യമങ്ങളെ പോലും കടത്തിവിട്ടിരുന്നില്ല. ഒന്നാമത്തെ കച്ചവടക്കാരനാണ് നമ്മുടെ കായിക മന്ത്രി അദ്ദേഹമാണ്. അതിന് പറ്റിയ ചങ്ങായിയാണ് ആൻഡോ അഗസ്റ്റ്. ആൻഡോ അഗസ്റ്റിനൊക്കെ മാധ്യമ മേഖലയിൽ വന്നു തന്നെ നമ്മുടെ മാധ്യമ രംഗത്ത് അങ്ങേയറ്റം അപമാനമാണ്. കാരണം ഒരു കാരണവശാലും ഒരു ഇന്നത്തെ തന്നെ കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തനം നീന്താ വിളിച്ച് ഒരു സംസ്കാരം ഇല്ലാതെ അതേ മാധ്യമ അതേപോലെ നീ ആരാടാന്ന് അങ്ങോട്ട് ചോദിക്കണമായിരുന്നു. ഈ മന്ത്രിയോട് ചോദിക്കണമായിരുന്നു നീ ആരാടാന്ന് ചോദിക്കണമായിരുന്നു. കാരണം ഈ മാധ്യമ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവരെ നീതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്നതാണ് ഈ മന്ത്രി. ഇവനൊന്നും ബഹുമാനിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ഇവരൊക്കെ കള്ള കമ്പനിയാണ്. ഇതിന്റെ പിന്നില് ഒരു 10-50 കോടി റുപ്യ ചില ആൾക്കാരുടെ കയ്യിലെത്തും. ഇത് അന്വേഷിക്കണമെങ്കിൽ ഇവരെല്ലാം അന്വേഷിക്കണ്ടേ? ഇവരന്വേഷിച്ചാൽ എഴുതെത്തൂല. ഇതിലെങ്ങനെ തീരും? ഇങ്ങനെയൊന്നും ശ്രീദാസൻ, എനിക്ക് ദാസന്റേതായ അഭിപ്രായങ്ങളാണ്. നമുക്ക് അതിനുള്ള തെളിവുകളൊന്നുമില്ല. പക്ഷേ ചില സംശയങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ആ സംശയങ്ങൾക്ക് കൃത്യമായ ഉത്തരവും ഇതുവരെ വന്നിട്ടില്ല. എന്താണ് ആ കരാറിൽ വ്യവസ്ഥ എന്താണ്? ഇയാൾ 70 കോടി മുടക്കുന്നു എന്ന് അവകാശപ്പെടുന്നു. ഇനി 70 കോടി ഉണ്ടോ, അതോ 7 കോടിയേ ഉള്ളോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോടിയുണ്ടോ? അത് മുടക്കുന്ന ആൾക്ക് എങ്ങനെ തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആപ്പിൾ ഫോൺ ഇയാളെ വേണ്ടി എന്തൊക്കെ ആരോപണം? ഇയാൾ ആരാണ്? മരം മുറിച്ച് ജയിലിക്കാരൻ ആളാന്ന് ഞാൻ ചോദിച്ചത് നമുക്കറിയില്ലേ? ഇയാൾ എന്തും ചെയ്യും പൈസക്ക് വേണ്ടിയിട്ട്. ഇയാളൊക്കെ ഉണ്ടല്ലോ, ഇയാളൊക്കെ ശരിക്ക് നിയമത്തിലെ വഴിക്ക് പോയ ഇയാളുടെ ഉള്ളിൽ കിടക്കേണ്ട ആളാണെന്നൊക്കെ പറയാനുള്ളത്. ശരി, ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന് പ്രതികരിച്ചത്. ശ്രീ അഹമ്മദ് ബാബയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഹമ്മദ് ബാബ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പെട്ടെന്ന് മെസ്സി വരുന്നു, അർജന്റീൻ ടീം വരുന്നു, അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റേഡിയം നന്നാക്കണം, പെട്ടെന്ന് ഒരു കരാറൊക്കെ വെക്കുന്നു, അതിനുശേഷം പണി അങ്ങനെ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നു. അതൊക്കെ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോഴും ആ കരാറിൽ എന്താണുള്ളത്? ഇവർ 70 കോടി മുടക്കിയെന്ന് പറഞ്ഞ് ഇനി 70 കോടി ഉണ്ടോ, അതിൽ കുറവാണോ, ഇനി അതിൽ കൂടുതലാണോ മുടക്കുന്നത്? അങ്ങനെ മുടക്കിയാൽ ആ പണം എങ്ങനെ തിരിച്ചു കൊടുക്കും? ഇതൊക്കെ ഒരു കരാറിൽ വ്യവസ്ഥ എന്തായാലും കാണുമല്ലോ. എന്തായാലും ഒന്നും കാണാതെ ആരോ കിണറ്റിൽ ചാടില്ല എന്ന് പറയുന്നത് പോലെ അവരാ ഒന്നും കാണാതെ അവിടെ ഇതിനെ എടുത്ത് ചാടില്ലല്ലോ. അപ്പോൾ ആ വ്യവസ്ഥകളൊക്കെ പുറത്തു വരേണ്ടതല്ലേ? നമസ്കാരം. നമസ്കാരം. ഒന്നും കാണാതെ പണിക്കര് കിണറ്റിലേക്ക് എടുത്തു ചാടൂല. ആട്ടുള്ളവനെ പിടിച്ച് നെയ്യാനാക്കരുത്. ഞാനിതിൽ സംസാരിക്കണ്ട എന്ന് വിചാരിച്ചാണ്